നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ് നടന്നതായി പരാതി. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്നത് 500 കോടിയുടെ തട്ടിപ്പെന്ന് പണം നഷ്ടപ്പെട്ടവർ. പണം തട്ടിയത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരു പറഞ്ഞു പറ്റിച്ച്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ചിറ്റൂരിൽ രാസപദാർത്ഥമായ ബനാട്രിൽ കലർത്തിയ കള്ള് വിൽപ്പന നടത്തിയ ഷാപ്പുകൾ അടച്ചുപൂട്ടുമെന്നും നടത്തിപ്പുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും എക്സൈസ്. വ്യാജ കള്ള് വിറ്റ മീനാക്ഷിപുരത്തെ ഷാപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഷാപ്പിലെ കള്ള് ഒഴുക്കിക്കളഞ്ഞു. CPM എക്സൈസ് മദ്യമാഫിയ കൂട്ടുകെട്ടാണ് വ്യാജ കള്ള് വിൽപ്പനയ്ക്ക് പിന്നിലെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം വാഹനാപകടത്തിൽ കോളേജ് അധ്യാപകന് ദാരുണാന്ത്യം. മരിച്ചത് ലക്കിടി നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ പാലക്കാട് സ്വദേശി 27 വയസ്സുള്ള അക്ഷയ് R മേനോൻ. മരണകാരണം തലയ്ക്കേറ്റ ഗുരുതര പരിക്ക്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മധ്യവയസ്കനെ ബസ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലത്ത് ശിവസേന ജില്ലാ സെക്രട്ടറിക്ക് കുത്തേറ്റ കേസിൽ യുവാവ് അറസ്റ്റിൽ. വധശ്രമ കേസിൽ പിടിയിലായത് കയറമ്പാറ കാനിക്കപ്പടി മുഹമ്മദ് ഫൈസൽ. മുതുകിലും വാരിയലിനും കുത്തേറ്റ മീറ്റ്ന താഴത്തേതിൽ വിവേക് അപകടനില തരണം ചെയ്തു. മഹത്തായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. തകർക്കപ്പെടുന്ന ഇന്ത്യൻ ഫെഡറൽ തത്വങ്ങൾ എന്ന വിഷയത്തിൽ പാലക്കാട്ട് KSSPU സെമിനാർ സംഘടിപ്പിച്ചത് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച്. ലഹരിക്കെതിരെ ജാഗ്രതയോടെ പോലീസും എക്സൈസും. പുലിക്കല്ലൂരിൽ കഞ്ചാവ് ചെടി നട്ടുപരിപാലിച്ച യുവാവ് അറസ്റ്റിൽ. ഉണക്ക കഞ്ചാവ് കൈവശം വെച്ച മറ്റ് 3 പേരും പട്ടാമ്പി എക്സൈസിന്റെ പിടിയിൽ. കോട്ടപ്പാടത്തും തിരുവാഴിയോടും വാഹന പരിശോധനയ്ക്കിടെ പോലീസിന്റെ MDMA വേട്ട. മണ്ണാർക്കാട് വീട്ടിൽ സൂക്ഷിച്ച 5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കൊപ്പത്ത് ലഹരിക്കെതിരെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഫ്ലാഷ് മോബ്. പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ വകുപ്പ്. 2 ആഴ്ചയ്ക്കിടെ പിടികൂടിയത് പ്രകൃതി ചൂഷണത്തിന് ഉപയോഗിച്ച 17 വാഹനങ്ങൾ. താലൂക്കിന്റെ പല ഭാഗത്തു നിന്നും നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും വയൽ നികത്തലിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും തഹസിൽദാർ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ് നടന്നതായി പരാതി. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് 500 കോടി തട്ടിയതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. തൃശൂർ 3 പീടിക സ്വദേശി ഹരിദാസ്, ഇരിങ്ങാലക്കുട സ്വദേശിനി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത് ഷാ തുടങ്ങിയവരുടെ പേര് പറഞ്ഞാണ് പണം തട്ടിയതെന്ന് പണം നഷ്ടപ്പെട്ട മാപ്രാണം സ്വദേശി മനോജ് പറഞ്ഞു. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കൊൽക്കത്തയിലെ മഠത്തിന്റെ 2ാമത്തെ സ്ഥാനപതിയാണ് ഹരിദാസ് എന്ന് വിശ്വസിപ്പിച്ച് വിശ്വാസം മറയാക്കിയായിരുന്നു തട്ടിപ്പ്. വിവിധ ബാങ്കുകളിൽ ഉടമകൾ മരണപ്പെട്ടതിനെ തുടർന്ന് അക്കൗണ്ടിൽ കിടക്കുന്ന പണം മഠത്തിന്റെ ട്രസ്റ്റ് മുഖാന്തരം വിതരണം ചെയ്യുമെന്ന് ആളുകളെ വിശ്വസിപ്പിച്ചു. ഇതിന്റെ ചെലവിലേക്കെന്ന് പറഞ്ഞായിരുന്നു ആദ്യ ധനസമാഹരണം. ഇതിലിപ്പോൾ ഇവര് ആദ്യം പറഞ്ഞത് ഒരു രാജരാജേശ്വരി ക്ഷേത്രം, കൽക്കട്ടയിലൊരു രാജരാജേശ്വരി ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത മഠാധിപതി ഈ ഹരിസ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹരിസ്വാമി മുഖേനയാണ് ഇപ്പോൾ ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മഠാധിപതി ഇങ്ങോരാകുമ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഈ വേൾഡ് ബാങ്കുകളിൽ ഡെത്ത് മണി ആയിട്ട് കിടക്കുന്നു പറഞ്ഞു. അതായത് മരിച്ചുപോയ ആൾക്കാരുകളുടെയും അനാഥമായി കിടക്കുന്ന ഫണ്ടുകളുണ്ടെന്ന് പറഞ്ഞു. ആ ഫണ്ട് സ്വരൂപിച്ച് ഈ ട്രസ്റ്റ് മുഖേന ഇത് സ്വരൂപിച്ച് പാവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഫസ്റ്റ് പറയുന്നത്, ഇവർ ആദ്യം പറയുന്നത്. അപ്പോൾ അതിന് നിയമപരമായിട്ട് പോകുമ്പോൾ പൈസ ചിലവുണ്ട്. ആ പൈസയാണ് ഈ ജനങ്ങളിൽ നിന്നും ഇതേപോലെ ഓരോരുത്തരിൽ നിന്ന് കളക്ട് ചെയ്യുന്നവർ. പിന്നാലെ തങ്ങൾ നടത്തുന്നത് ഇറിഡിയം ബിസിനസ്സാണെന്ന് നിക്ഷേപകരെ അറിയിച്ചു. 5000 രൂപ നിക്ഷേപിച്ചാൽ 5 കോടി തിരികെ കിട്ടുമെന്ന മോഹന വാഗ്ദാനത്തിൽ പലരും വീണു. പിന്നീടാണ് അത് പറയുന്നത് ഇതൊരു ബിസിനസ് ഫണ്ടാണ്. ഇത് അങ്ങനെ പറഞ്ഞ കാരണമാണ് ഒരുവിധ ആൾക്കാരുകൾ പൈസ ഇട്ടത് ഇതിൽ. പിന്നീടാണ് കുറേ കാലം കഴിയുമ്പോഴാണ് ഇത് ഒരു ബിസിനസ്സാണ്, എന്തോ ഒരു ലോഹവസ്തുവാണ്, ഇറിഡിയാണെന്നൊക്കെ പിന്നീട് പുറത്ത് സംസാരങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ചർച്ച പറയുന്നത് ഇറിഡിയത്തിൻ്റെ വിഷയം പറഞ്ഞിട്ടാണ്, ഇത് ഇറിഡിയം ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ടാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ ഇവർ ഈ ഫണ്ട് മേടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ഫണ്ടുകൾ മേടിക്കുന്നുണ്ട്. കോടികൾ മേടിച്ചിട്ടുണ്ട് ഓരോരുത്തരെയും. 5000 മുതൽ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ കോടികളെ കൊടുത്തിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുകളിൽ നിന്നും സ്വരൂപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡർ പല ആൾക്കാരുകളിൽ നിന്നും പൈസ കളക്ട് ചെയ്തിട്ടാണ് ഇവർക്ക് ഫണ്ട് കൊടുത്തു തരുന്നത്. ഇപ്പോൾ അത് ഓരോരുത്തർ വീട് പണയം വെച്ചിട്ട്, സ്വർണം പണയം വെച്ചിട്ട്, അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പൈസ കൊടുത്തിട്ടുള്ളത്. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ള പൈസ റെഡിയാവും, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ള റെഡിയാവും, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ള റെഡിയാവും. അങ്ങനെ ഇവർ പറഞ്ഞ് ഇങ്ങനെ നിർത്തിക്കുക. നിക്ഷേപം സ്വീകരിച്ചതാകട്ടെ പണമായും. പണം ലഭിച്ചാൽ പിന്നെ പണം സ്വീകരിച്ചവരെ ബന്ധപ്പെട്ടാൽ ഫോൺ എടുക്കില്ല. പണം തിരികെ ആവശ്യപ്പെട്ടാൽ വധഭീഷണിയാണെന്നും പരാതിക്കാർ പറയുന്നു. ഞാനിപ്പോൾ ഏകദേശം ഒരു 6 വർഷത്തോളമായി ഇവർ ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് നിന്നുകൊണ്ടിരിക്കുക.
അപ്പോൾ ഇതിൽ ലീഗലായിട്ട് നിയമപരമായിട്ട് ഇത് ആണെങ്കിൽ ഇവരെന്തിനാണ് നിയമത്തിന് ഭയപ്പെടുന്നത്? അതല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം പുറത്ത് കൊണ്ടുവരാനായിട്ട്, ഇത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു വ്യക്തി ഇറങ്ങി കഴിഞ്ഞാൽ ആ വ്യക്തിനെ ഉന്നത നേതാക്കന്മാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ ഇതാക്കുക. പിന്നെ വധഭീഷണി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ വ്യക്തികളെ ഒതുക്കണം ഇവർ. ഇറിഡിയം തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർ ഷാജുട്ടൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകിയാൽ കേസെടുക്കാമെന്ന നിലപാടിലാണ് പോലീസ്. ഹരിദാസിനെ ഭയന്ന് പരാതി നൽകാൻ നിക്ഷേപകരും തയ്യാറല്ല. സംഭവത്തിൽ പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പണം നഷ്ടപ്പെട്ട മാപ്രാണം സ്വദേശി മനോജ്. അതേസമയം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചിറ്റൂരിൽ വ്യാജക്കള്ള് വിൽപ്പന നടത്തിയ ഷാപ്പുകൾ അടച്ചിടുമെന്ന് എക്സൈസ്. ഷാപ്പ് നടത്തിപ്പുകാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വൈ ഷിബു അറിയിച്ചു. ഇതിനിടെ വ്യാജക്കള്ള് വിറ്റ മീനാക്ഷിപുരം ഷാപ്പിലെ കള്ള് സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒഴുക്കിക്കളഞ്ഞു. CPM എക്സൈസ് മദ്യമാഫിയ കൂട്ടുകെട്ട് വ്യാജക്കള്ള് വിൽപ്പനയ്ക്ക് പിന്നിലുണ്ടെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു. ചിറ്റൂർ റേഞ്ചിലെ 6, 7, 8, 9 ഗ്രൂപ്പുകളിലെ കള്ളുഷാപ്പിൽ നിന്നാണ് ബെനാട്രിൽ എന്ന രാസപദാർത്ഥം കലർത്തിയ കള്ള കണ്ടെത്തിയത്. കുടൽ രോഗം, കാഴ്ചക്കുറവ്, മയക്കം, ആന്തരിക അവയവ പ്രവർത്തന തടസ്സം എന്നിവയ്ക്ക് കാരണമാവുന്നതാണ് ബെനാട്രിൽ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാസപദാർത്ഥം കലർന്ന കള്ള വിറ്റതിനെ തുടർന്ന് ചിറ്റൂർ റേഞ്ച് 9-ലെ 7 ഷാപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. ഇതിലൊരു ഗ്രൂപ്പിൻ്റെ നടത്തിപ്പുകാരൻ CPM ഭാരവാഹിയായിരുന്നു. കഴിഞ്ഞ ദിവസം നടപടിയെടുത്ത 7ാം ഗ്രൂപ്പ് ലൈസൻസി കോഴിപ്പതി മൂലക്കട G രംഗനാഥനും CPM അനുഭാവിയാണ്. CPMകാർ നടത്തിപ്പുകാരായ ഷാപ്പുകളിൽ നിന്ന് രാസപദാർത്ഥം കലർന്ന കള്ള വിൽക്കുന്നതിന് പിന്നിൽ CPM എക്സൈസ് വ്യാജ മദ്യ ലോബിയാണെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ബംഗാരു എന്ന് വിളിക്കുന്ന രംഗനാഥൻ്റെ ഷാപ്പിലാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു 2 ലൈസൻസുകളുടെ ഷാപ്പുകളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 27-ാം തീയതി ആദ്യം 2 ഷാപ്പുകളിൽ കണ്ടെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് നടത്തിപ്പുകാരൻ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി രംഗനാഥൻ ആണെന്ന്. ഇന്ന് അത് തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. ഇത് CPMന്റെ ഇവിടുത്തെ വ്യാജമദ്യ ലോബിയുടെ നടത്തിപ്പിൻ്റെ ബന്ധമാണ് തെളിയിക്കുന്നത്. എക്സൈസും CPM പാർട്ടിയും ഇവിടുത്തെ വ്യാജമദ്യ നിർമ്മാതാക്കളും തമ്മിലുള്ള ഒരു നെക്സസ് ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ചിറ്റൂർ കേന്ദ്രീകരിച്ച് സ്പിരിറ്റും വ്യാജമദ്യ നിർമ്മാണവും കേരളത്തിലുടനീളം സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു നെക്സസ് ആണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ ആവശ്യമാണ്. കള്ളിൽ മായം കലർന്ന സംഭവം ഗൗരവമേറിയതാണ്. ഫെബ്രുവരിയിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ 7 ഷാപ്പ് നടത്തിപ്പുകാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് ഷാപ്പുകൾ അടപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ 15 ഷാപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കി നടപടി സ്വീകരിക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വൈ ഷിബു പറഞ്ഞു. ഗൗരവം തന്നെയാണ്, ഈ വിഷയം ഗൗരവം തന്നെയാണ്. ഞങ്ങൾ തന്നെ ഗുണനിലവാര പരിശോധനയ്ക്കായിട്ടെടുത്ത 6 കള്ളഷാപ്പുകളിലാണ് ഈ ബെനാട്രിൽ എന്ന രാസവസ്തു കലർന്നിട്ടുള്ളത്. ഗൗരവമായിട്ടെടുത്ത് തന്നെ ആ സാമ്പിള് നമ്മൾ ആ ലൈസൻസിയുടെ പേരിലും അന്ന് വിൽപ്പന നടത്തിയിരുന്ന തൊഴിലാളികളുടെ പേരിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചിറ്റൂർ റേഞ്ചിൽ. നേരത്തെ 9ാം ഗ്രൂപ്പ്, ചിറ്റൂർ റേഞ്ചിലെ 9ാം ഗ്രൂപ്പ് ഒരു വണ്ണാമട കള്ളുഷാപ്പ്, കുറ്റിപ്പള്ളം കള്ളുഷാപ്പ്, അവിടുത്തെ ലൈസൻസിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ലൈസൻസും ഷോപ്പും ഒക്കെ ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഷോപ്പ് അടഞ്ഞു കിടക്കുകയാണ്. അതേ ഗ്രൂപ്പിൽ തന്നെ ഗോപാലപുരു കുറ്റിപ്പള്ളം ഷാപ്പിൽ വീണ്ടും വന്നു. വെമ്പാറ വെസ്റ്റ് 3 കള്ള് ഷോപ്പിൽ അതേ ഗ്രൂപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. മുളക്കാട് എന്ന ഗ്രൂപ്പിലുമുണ്ട്, മീനാക്ഷിപുരത്തുണ്ട്. 5 വള്ളക്കാട് എന്ന കള്ള് ഷാപ്പിലും ബെനാട്രിൽ എന്ന രാസവസ്തു ഗൗരവമായിട്ട് എടുത്തിട്ട് തന്നെ ഇന്ന് FIR ഇട്ടിട്ടുണ്ട്. നാളെ ലൈസൻസ് റദ്ദ് ചെയ്യും. ഞങ്ങളുടെ തന്നെ വ്യത്യസ്ത ഏജൻസി, ചിറ്റൂറുള്ള എക്സൈസ് റേഞ്ച് ഓഫീസ്, ചിറ്റൂറുള്ള എക്സൈസ് സർക്കിൾ ഓഫീസ്, ഞങ്ങളുടെ തന്നെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിൽ ഇവിടെ പാലക്കാട് നിന്ന് പോയിട്ട് ഞങ്ങൾ ഗുണനിലവാര പരിശോധനയ്ക്ക് എടുത്ത കള്ള് സാമ്പിൾ തന്നെയാണ് ഇത് കണ്ടത്. കള്ളിന്റെ കലവറയായ ചിറ്റൂരിലെ വ്യാജകള്ള് നിർമ്മാണവും വിൽപ്പനയും കള്ള് വ്യവസായത്തെ തകർക്കും. സർക്കാരും CPMും ലഹരിക്കെതിരെ പോരാടുമെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഷാപ്പുകൾക്കാവശ്യമായ കള്ളെത്തിക്കുന്നത് രംഗനാഥനാണ്. CPM വ്യാജമദ്യ ലോബിക്ക്
കുടപിടിക്കുകയാണെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മീനാക്ഷിപുരം ഷാപ്പിലെ കള്ള ഒഴുക്കിക്കളഞ്ഞ് ഷാപ്പ് അടപ്പിച്ച് പ്രതിഷേധിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി കൂട്ടുപാതയിൽ വാഹനാപകടത്തിൽ കോളേജ് അധ്യാപകൻ മരിച്ചു. ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം യൂണിയൻ ബാങ്കിന് മുന്നിലാണ് രാവിലെ 8:40 അപകടമുണ്ടായത്. സ്കൂട്ടറും ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പാലക്കാട് സ്വദേശി അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇടിയുടെ ആഘാതത്തിൽ യുവാവിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട്ട് വീട്ടിൽ നിന്ന് ലക്കിടിയിലെ കോളേജിലേക്ക് വരുന്നതിനിടെയാണ് അപകടം. പാലക്കാട് മരുത റോഡ് ചന്ദ്രനഗർ ചൈതന്യ കോളനി അക്ഷയയിൽ രാജൻ എം മേനോന്റെ മകനാണ് 27 വയസ്സുള്ള അക്ഷയ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് ശിവസേന ജില്ലാ സെക്രട്ടറിക്ക് കുത്തേറ്റ കേസിൽ യുവാവ് അറസ്റ്റിൽ. കയറമ്പാറ താനിക്കപ്പടി 30 വയസ്സുള്ള മുഹമ്മദ് ഫൈസലാണ് വധശ്രമ കേസിൽ പിടിയിലായത്. മീറ്റ്ന താഴത്തേതിൽ വിവേകിന് കുത്തേറ്റ കേസിലാണ് അറസ്റ്റ്. ചിനക്കത്തൂർ പൂരം ദിവസം ഫൈസലിന്റെ പിതാവിനെ വിവേക് മർദ്ദിച്ചിരുന്നെന്നും ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 7 ഈസ്റ്റ് ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡ് കവലയ്ക്ക് സമീപമായിരുന്നു ആക്രമണം. മുതുകിലും വാരിയലിനും കുത്തേറ്റ് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിവേക് അപകടനില തരണം ചെയ്തു. സംഭവസ്ഥലത്ത് പോലീസും ശാസ്ത്രീയ പരിശോധനാ വിഭാഗങ്ങളും എത്തി തെളിവെടുത്തു. SI M സുനിലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മഹത്തായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. KSSPU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കാട്ട് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു NN കൃഷ്ണദാസ്. തകർക്കപ്പെടുന്ന ഇന്ത്യൻ ഫെഡറൽ തത്വങ്ങൾ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. വർഗീയതയുടെ വിത്തുമുളപ്പിക്കാൻ പാകത്തിൽ ഇന്ത്യൻ മണ്ണ് പരുവപ്പെടുത്താനായി സംഘപരിവാറിന്റെ സംഘടിത ശ്രമം നടക്കുന്നുണ്ടെന്നും NN കൃഷ്ണദാസ് ആരോപിച്ചു. മതസൗഹാർദ്ദവും മാനവികതയും ഊട്ടിയുറപ്പിക്കുന്ന ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ അടിത്തറയിളക്കാനാണ് ശ്രമം. പള്ളികൾക്കടിയിൽ വിഗ്രഹങ്ങൾ തേടിപ്പോകുന്നതിന് പിന്നിൽ വർഗീയതയുടെ കഥയും തിരക്കഥയുമുണ്ട്. വംശീയ ലഹളകളെ രാഷ്ട്രീയ അധികാര മുതലെടുപ്പുകൾക്കായി ഉപയോഗിച്ച സർക്കാർ ഇന്ത്യൻ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഫെഡറൽ സംവിധാനത്തെ തകർത്ത് ചാതുർവർണ്ണയത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ ഭാഗമാണ് ചരിത്രത്തെ നിഷ്കാസനം ചെയ്യുന്നതെന്നും പാഠ്യഭാഗങ്ങൾ കാവ്യവൽക്കരിക്കുന്നതും ഇതിന്റെ ഭാഗമാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. മതേതരത്വത്തിന്റെ നിലനിൽപ്പിന് കരുതലും പൊരുതലും ആവശ്യമാണ്. രാജ്യസഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിലെയും MLA-മാരാണ് രാജ്യസഭയിലേക്കുള്ള MP-മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ചുരുക്കിയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഒരു ഏകശിലാ രാഷ്ട്രമല്ല, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഈ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്നതാണ് ഫെഡറൽ എന്നുള്ളതിന്റെ അർത്ഥം. ഇന്ത്യ ഫെഡറൽ ആണ്, സെൻട്രൽ അല്ല. ഇങ്ങനെ നമ്മൾ മുമ്പിലേക്ക് പോയി മാസങ്ങളോളം വലിയ വലിയ ആൾക്കാരായി ഇത് ചർച്ച നടത്തിയത് കേട്ടോ, നമ്മളെമായിട്ടുള്ളവരൊന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാബു രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ അംബേദ്കർ, NC ചാറ്റർജി. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് H സൈമൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് K രേണുകാദേവി, B വിജയൻ, PG മോഹൻദാസ്, N ദണ്ഡപാണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുലിക്കല്ലൂരിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ സംഭവത്തിൽ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. കുലിക്കല്ലൂർ പാറപ്പുറം ഉന്നതിയിൽ 33 വയസ്സുള്ള സതീഷാണ് പിടിയിലായത്. പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ ചെറിയ അളവിൽ ഉണക്ക കഞ്ചാവ് കൈവശം വെച്ച മറ്റ് 3 പേരും പിടിയിലായിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ H വിനുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. കൊപ്പം ചെർപ്പളശ്ശേരി റോഡിൽ വണ്ടുംതറ ജംഗ്ഷനിൽ എത്തുന്നതിന് 150 മീറ്റർ പിറകിൽ വണ്ടുംതറയിൽ നിന്ന് പാറപ്പുറത്തേക്ക് പോകുന്ന റോഡിന്റെ 1 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് കഞ്ചാവ് ചെടി നട്ട് പരിപാലിച്ചിരുന്നത്. 4 മാസം പ്രായമായ കഞ്ചാവ് ചെടിക്ക് 144 സെന്റിമീറ്റർ ഉയരവും 14 ശാഖകളുമുണ്ട്. സംഭവത്തിൽ പാറപ്പുറം ഉന്നതിയിൽ കിളിയൻ മകൻ 33 വയസ്സുള്ള സതീഷിനെതിരെ SDPS പ്രകാരം എക്സൈസ് കേസെടുത്തു.
പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതേ തുടർന്ന് പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ചെറിയ അളവിൽ ഉണക്ക കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് 3 പേർ പിടിയിലായത്. നെല്ലായ പട്ടിശ്ശേരി പണിക്കത്തൊടി വീട്ടിൽ 22 വയസ്സുള്ള സിജീഷ്, പണിക്കത്തൊടി വീട്ടിൽ 23 വയസ്സുള്ള യദുകൃഷ്ണൻ, ചെറുവശ്ശേരി പള്ളിയാലിൽ വീട്ടിൽ 20 വയസ്സുള്ള അമൽ കൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. ഇവർക്കെതിരെയും NDPS ആക്ട് പ്രകാരം കേസെടുത്തതായി എക്സൈസ് അറിയിച്ചു. എക്സൈസ് സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ AR രാജേന്ദ്രൻ, സിഇഒമാരായ അനിൽകുമാർ, അനൂപ് രാജ്, സാം ജോസ്, വിഷ്ണു, വിജയ്, WCEO ഉമാ രാജേശ്വരി എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടപ്പാടത്തും തിരുവാഴിയോടും പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ MDMA പിടികൂടി. സംഭവത്തിൽ 2.5 ഗ്രാമോളം MDMAയുമായി 2 പേർ പിടിയിലായിട്ടുണ്ട്. ലഹരി വിരുദ്ധ സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടപ്പാടത്തു നിന്നും തിരുവാഴിയോട് നിന്നുമായി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ MDMA പിടികൂടിയത്. കോട്ടപ്പാടം അയ്യപ്പൻകാവിന് സമീപം ലഹരിവിരുദ്ധ സ്ക്വാഡ് നാട്ടുകൽ പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ മണ്ണാർക്കാട് തെങ്കര അരയങ്ങോട് സ്വദേശി തച്ചാരകുന്നത്ത് വീട്ടിൽ മുഹമ്മദ് റിഷാദാണ് MDMAയുമായി പിടികൂടിയത്. സിഗരറ്റ് പാക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. ശ്രീകൃഷ്ണപുരം പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ മണ്ണാർക്കാട് തെങ്കര മണലടി പറശ്ശേരി സ്വദേശി അപ്പക്കാടൻ വീട്ടിൽ മുനീറാണ് പിടിയിലായത്. 2 ഗ്രാമോളം MDMA ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ഇരുവരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണാർക്കാട് തെങ്കര ചിറപ്പാടത്ത് വീട്ടിൽ സൂക്ഷിച്ച 5 കിലോ കഞ്ചാവ് ഡാൻസ് ഓഫ് സ്ക്വാഡ് പിടികൂടി. ചിറപ്പാടം വടക്കേപ്പുറം വീട്ടിൽ ഭാനുമതിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു സ്ക്വാഡിന്റെ പരിശോധന. പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ വകുപ്പ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പ്രകൃതി ചൂഷണത്തിന് ഉപയോഗിച്ച 17 വാഹനങ്ങളാണ് റവന്യൂ സ്ക്വാഡ് പിടിച്ചെടുത്തത്. താലൂക്കിൽ പല ഭാഗത്തുനിന്നും നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അത്തരം സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും തഹസിൽദാർ അറിയിച്ചു. പട്ടാമ്പി മേഖലയിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ ശക്തമായ നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോവുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അനധികൃതമായി മണ്ണിടിച്ച് കടത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന 3 മണ്ണുമാന്തിയും 6 ടിപ്പർ ലോറികളുമാണ് പട്ടിത്തറ, തൃത്താല, പട്ടാമ്പി വില്ലേജ് പരിധികളിൽ നിന്നായി പിടിച്ചെടുത്തത്. ഇതിനു പുറമെ പുഴമണൽ കടത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഒരു ടിപ്പർ ലോറി തിരുമിറ്റക്കോട് ഫസ്റ്റ് വില്ലേജിൽ നിന്ന് പിടിച്ചെടുത്തു. ഇതോടെ ഈ ആഴ്ചയിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം 10ആയി. ശക്തമായ നടപടിയിലൂടെ കഴിഞ്ഞയാഴ്ചയും 7 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. 2 ആഴ്ചയ്ക്കിടെ പിടിയിലായ വാഹനങ്ങളുടെ എണ്ണം 17ആണ്. തൃത്താല, കുലുക്കല്ലൂർ വില്ലേജുകളിൽ അനുമതിയില്ലാതെ പാടത്ത് കരിങ്കല്ല് ഉപയോഗിച്ച് മതിൽ കെട്ടുന്ന പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്വന്തമായി കരഭൂമിയില്ലാത്തവർക്ക് നെൽകൃഷി സ്ഥലം 10 സെന്റ് വരെ നികത്തി വീട് വയ്ക്കാമെന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയിട്ടുണ്ടെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു. നിലവിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവായ സ്ഥലങ്ങൾക്ക് മാത്രമാണ് ഈ അനുമതിക്ക് അർഹതയുള്ളതെന്ന് തഹസിൽദാർ അറിയിച്ചു. താലൂക്കിലെ പല ഭാഗങ്ങളിലായി അനധികൃതമായി നെൽവയൽ നികത്തലുകൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ശക്തമായ കാറ്റിലും മഴയിലും വാണിയംകുളം പനയൂരിൽ വ്യാപക നാശനഷ്ടം. നെടുങ്കണ്ടത്തിൽ ഖാദറിന്റെ 120ഓളം നേന്ത്രവാഴകൾ നശിച്ചു. ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ചക്ക വീണ് വണ്ടിയുടെ ചില്ല് തകർന്നു. പനയൂർ വായനശാലയ്ക്ക് സമീപമാണ് സംഭവം. കർഷകനായ നെടുങ്കണ്ടത്തിൽ അബ്ദുൽ ഖാദറിന്റെ കൃഷിയിടത്തിലെ 120ഓളം നേന്ത്രവാഴകളാണ് കടപുഴകി വീണത്. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാനിരിക്കെയാണ് കൃഷിനാശം. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി ഖാദർ പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 ആഞ്ഞുവീശിയ കാറ്റിലാണ് നേന്ത്രവാഴകൾ കടപുഴകി വീണത്. ആകെ 300 നേന്ത്രവാഴകളാണ് ഖാദറിന്റെ കൃഷിയിടത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായി 250ഓളം നേന്ത്രവാഴകൾ കാറ്റിൽ കടപുഴകി വീണിരുന്നു. സുരക്ഷയ്ക്കായി കയറുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരുന്നെങ്കിലും ശക്തമായ കാറ്റിൽ വാഴകൾ കടപുഴകി വീണു. തൊട്ടടുത്ത വായനശാലയ്ക്ക് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുണ്ടായിരുന്ന പ്ലാവ് പൊട്ടിവീണ് ഓട്ടോറിക്ഷയുടെ ചില്ല് തകർന്നു. പനയൂർ പരിയമ്പറമ്പിൽ സുജേഷിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിന് മുൻഭാഗമാണ് തകർന്നത്. ആളപായമില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ വിയ്യൂരിൽ മണ്ണുമാന്തി യന്ത്രത്തിന് തീയിട്ടു.
വിയൂർ സ്വദേശി ആന്റോയുടെ മണ്ണുമാന്തി യന്ത്രത്തിനാണ് തീയിട്ടത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ആന്റോയുടെ പരാതിയിൽ വിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനവുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 12,442 രൂപയുടെ മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. അതേസമയം ബജറ്റ് ആവർത്തനവും നിരാശാജനകവുമാണെന്ന് പ്രതിപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് അംഗങ്ങളും കുറ്റപ്പെടുത്തി. PMAY ആവാസ് യോജന പദ്ധതിയിൽ ബ്ലോക്ക് പരിധിയിലെ അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകും. ഇതിനായി 4 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ജനറൽ SC വിഭാഗത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് 1.25 കോടി രൂപയും വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കും പട്ടികജാതി ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്നതാണ് ബജറ്റ്. 36,97,38,555 രൂപ ആകെ വരവും 36,85,38,113 രൂപ ചെലവും 12,442 രൂപ മിച്ചവും വരുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് KA റഷീദ് അവതരിപ്പിച്ചു. വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് 30 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഏറ്റവും കൂടുതൽ തുക ബജറ്റിൽ വകയിരുത്തുന്നത് പട്ടികജാതി വിഭാഗങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമാണ്. പട്ടികവർഗത്തിൽപ്പെട്ടവർ നമ്മുടെ ബ്ലോക്ക് പരിധിയിൽ താമസിച്ചു വരുന്നു. അവരുടെ ഉന്നമനത്തിന് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു. 83,000 രൂപ വകയിരുത്തുന്നു. വനിതാ വികസനം. ജനസംഖ്യയുടെ പകുതിയിലേറെയും ബ്ലോക്ക് പരിധിയിൽ വനിതകളാണ്. വനിതകളുടെ ക്ഷേമം പുരോഗതി വാക്കുകളിലും വലുമൊതുക്കാതെ യാഥാർത്ഥ്യമാക്കാൻ ബ്ലോക്കിന് കഴിഞ്ഞിട്ടുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും ആരോഗ്യ മേഖലയ്ക്കുമായി 3.25 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഗ്രാമീണ കുടിവെള്ള പദ്ധതികളുടെ സംരക്ഷണത്തിനും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനുമായി 50 ലക്ഷം രൂപയും വകയിരുത്തി. വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം വഴി 1000 പേർക്ക് തൊഴിൽ പരിശീലനവും നൽകും. വനിതകളെ മുഖ്യധാരയിൽ സജീവമാക്കുന്നതിന് തൊഴിൽ സംരംഭം തുടങ്ങാൻ 50 ലക്ഷം രൂപ അനുവദിക്കും. ശിശു ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 30 ലക്ഷം രൂപയും ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രം വാങ്ങുന്നതിന് 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖല വിവിധ ആനുകൂല്യങ്ങൾക്ക് 50 ലക്ഷം രൂപയും വിവിധ പദ്ധതികളുടെ സംരക്ഷണത്തിന് 50 ലക്ഷം രൂപയും വകയിരുത്തി. പശ്ചാത്തല മേഖലയിൽ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ഗ്രാമീണ മേഖലയിലെ സഞ്ചാര സൗകര്യം ഉറപ്പാക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 747 പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കും. 15.7 കോടി രൂപ ഇതിനായി ചെലവിടും. 6,370 പ്രവർത്തികളിലൂടെ 61,83,074 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും. ഇതിനായി 8.16 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനായി 25 ലക്ഷം രൂപയും വകയിരുത്തി. ബജറ്റിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അതേസമയം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് ആവർത്തനവും നിരാശാജനകവുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പശ്ചാത്തല മേഖലയ്ക്ക് മുൻഗണന നൽകിയില്ലെന്നും പ്രതിപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് അംഗങ്ങളും കുറ്റപ്പെടുത്തി. നമ്മുടെ പശ്ചാത്തല മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഊർജ്ജം നൽകേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പോൾ അതിനാവശ്യമായ പ്രത്യേകിച്ച് ജലജീവൻ മിഷൻ നടപ്പാക്കിയതിൻ്റെ ഭാഗമായി നിരവധി റോഡുകളുടെ തകർച്ചയുണ്ട്. അപ്പോൾ അതിനൊരു മുൻഗണന നൽകേണ്ടതായിരുന്നു. അതൊന്നും മുഖവിലേക്കെടുക്കാത്ത രീതിയിലാണ് ഈ ബജറ്റ് അവതരണം ഉണ്ടായത്. മറ്റൊന്ന് കാർഷിക മേഖല, നമ്മുടെ നാടിൻ്റെ നട്ടല്ല കാർഷിക മേഖല. കാർഷിക മേഖലയെ പാടെ അവഗണിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭാരതപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ സംസ്ഥാന സർക്കാരും ഒക്കെ നടപ്പാക്കുമ്പോൾ അതിനെ ബ്ലോക്ക് പഞ്ചായത്ത് മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷി ആയാലും അതുപോലെ കൊപ്പം CHC ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ആശുപത്രിയാണ്. അപ്പോൾ അത് വലിയ ഒരുപാട് ആളുകൾക്ക് രോഗികൾക്ക് ആശ്രയമായ ഒരു കേന്ദ്രമാണ്. അതിൻ്റെ ഒരു മുന്നോക്കത്തിനുള്ള യാതൊരു ഇടപെടലും ഈ ബജറ്റിൽ കാണാനില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ആസ്തി വികസനത്തിനും സുസ്ഥിര വരുമാനത്തിനും ഗ്രാമീണ ടൂറിസം വികസനത്തിനും മുഖ്യ പരിഗണന നൽകി പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. വൈസ് പ്രസിഡന്റ് EP പൗലോസാണ് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരിയുടെ അധ്യക്ഷതയിലായിരുന്നു ബജറ്റ് അവതരണ യോഗം. ആസ്തി വികസനത്തിനും സുസ്ഥിര വരുമാനത്തിനും ഞാവളൻകടവ് ഗ്രാമീണ ടൂറിസത്തിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് EP പൗലോസാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 26,50,1769 രൂപ പ്രതീക്ഷിത വരവും 26,01,00,000 രൂപ ചെലവും 49,769 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി
രാംമോഹൻ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ഭാരതപ്പുഴയോരത്തെ കുട്ടികളുടെ പാർക്കിൽ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായി പരാതി. നഗരസഭ കാര്യക്ഷമമായി പാർക്ക് പരിപാലിക്കുന്നില്ലെന്ന് BJP ആരോപിച്ചു. 3 വർഷം മുമ്പാണ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സ്ഥലത്ത് കുട്ടികൾക്കായി പാർക്ക് നിർമ്മിച്ച് നഗരസഭയ്ക്ക് കൈമാറിയത്. വർഷത്തിലൊരിക്കൽ പോലും ഇത് പരിപാലിക്കാൻ തയ്യാറാകാത്തതാണ് പല സാമഗ്രികളും തുരുമ്പെടുത്ത് നശിക്കാൻ കാരണമായതെന്ന് പരാതിയുണ്ട്. കുട്ടികൾക്കായി 10ഓളം ഉപകരണങ്ങളാണ് പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കുട്ടികൾ പാർക്കിലെ ഉപകരണങ്ങളിൽ കയറുമ്പോൾ ഇവ തുരുമ്പെടുത്തതോടെ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. 2 പേരെ പാർക്കിന്റെ മേൽനോട്ടത്തിന് നഗരസഭ നിയോഗിച്ചിട്ടുണ്ട്. പ്രദേശത്തൊന്നും യാതൊരു തരത്തിലുള്ള വെളിച്ചം ഇതെല്ലാം ഈ പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാക്കാനാണ് നഗരസഭ അവിടെ ഇത്തരത്തിലുള്ള പാർക്ക് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. ഒരു ജീവനക്കാരനെ അവിടെ നിർത്തിക്കൊണ്ട് നഗരസഭ ഇപ്പോൾ ഒരു കളിക്കുന്ന ഒരു ഉപകരണത്തിലും കയറരുത് എന്ന നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരാളെ നിയമിച്ചിരിക്കുകയാണ്. അതല്ലാതെ ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ്. നഗരസഭയുടെ ഏറ്റവും കണ്ണായ സ്ഥലം എന്ന് പറയുന്ന ഭാരതപ്പുഴ തീരം, ആ തീരം സംരക്ഷിക്കാനോ ഇവിടുത്തെ മറ്റ് ആളുകൾക്ക് ദിനംപ്രതി 100 കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഭാരതപ്പുഴയോരം, ആ പുഴയോരത്ത് കുട്ടികളുടെ ഒരു പാർക്ക് അത് സംരക്ഷിക്കാൻ സാധിക്കാത്ത നഗരസഭ വളരെയധികം പരാജയമാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അപകട സാധ്യതയുള്ള ഉപകരണങ്ങളിൽ കയറരുതെന്ന് പലപ്പോഴും ഇവരാണ് കുട്ടികളോട് പറയുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 7 വരെ തുറന്നു കിടക്കുന്ന പാർക്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ 100 കണക്കിന് കുട്ടികളാണ് എത്തുക. ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരണത്തിൽ ഉൾപ്പെടുത്തി പാർക്ക് നവീകരിക്കുമെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മധ്യവയസ്കനെ ബസ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആവണൂർ സ്വദേശി അനിരുദ്ധനാണ് മരിച്ചത്. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ സ്റ്റാൻഡിലുള്ളവരാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്റ്റാൻഡിലെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കുന്ന ജോലി ചെയ്തു വരികയായിരുന്നു അനിരുദ്ധൻ. 2 മാസത്തോളമായി ഓടാതെ കിടന്നിരുന്ന ബസ്സിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോയി. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം BRCയുടെ നേതൃത്വത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ നഗരസഭ ബ്ലോക്ക് തല ഉദ്ഘാടനവും സെമിനാറും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പരിസരവുമായി നമ്മുടെ പദ്ധതിയുമായി വിദ്യാഭ്യാസവുമായി എങ്ങനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാക്കുന്നതിന് കൂടിയായിരിക്കാം നമ്മൾ ഇന്നത്തെ ഈ പരിപാടി നമ്മളിവിടെ ആസൂത്രണം ചെയ്ത് ഗവൺമെന്റ് നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി എന്ന് ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം ചില സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ IT മേഖലയിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ട്. പൂനത്തറയിൽ 2 വിഷയം ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ചതായിരുന്നു. ആരംഭിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളായി പോകുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട മാറ്റങ്ങൾ നമ്മളെ ഭാവിക്കനുസരിച്ച് കുട്ടികളുടെ ഭാവി അനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ നമ്മുടെ കൈകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നൊരു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി അധ്യക്ഷയായി. നവകേരളവും വിദ്യാഭ്യാസ ഗുണമേന്മയും എന്ന വിഷയം SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ MR മഹേഷ് കുമാർ, സമഗ്ര ഗുണമേന്മ പദ്ധതി എന്തിന് എന്ന വിഷയം ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ VT ജയറാം എന്നിവർ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബാബു, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA നസിറിൻ, ഒറ്റപ്പാലം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. മായ, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഹരി, വാണിയംകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഹരിദാസ്, BRC BPC K. പ്രഭാകരൻ, ഒറ്റപ്പാലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശാന്തകുമാരി, BRC ട്രെയിനർ PM വെങ്കിടേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വേണ്ട ലഹള വേണ്ട എന്ന മുദ്രാവാക്യമുയർത്തി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. സമാപന യോഗം കൊപ്പം SI KR അജിത് ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും JCI കൊപ്പം യൂണിറ്റുമായി സഹകരിച്ചാണ് ലഹരി വേണ്ട ലഹള വേണ്ട
എന്ന മുദ്രാവാക്യമുയർത്തി ലാല എന്ന പേരിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. മുളയങ്കാവ് UP സ്കൂൾ, മണ്ണേങ്കോട് UP സ്കൂൾ, രായരനെല്ലൂർ UP സ്കൂൾ, ആമിയൂർ UP സ്കൂൾ, വിളയൂർ സെൻറ്റർ, കൊപ്പം ടൗൺ എന്നിവിടങ്ങളിലായാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. സമാപന യോഗം കൊപ്പം SI KR അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. എന്നുള്ള പേരിൽ SPC സ്റ്റുഡൻസ് ഇങ്ങനൊരു JCIയും SPC സ്റ്റുഡൻസും ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്, അത് സമാപനമാണ് ഇവിടെ നിന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ സമാപനമില്ല എന്ന് തന്നെ പറയാം. ലഹരി എന്ന് തീരുന്നു അന്ന് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് KP നൌഫൽ, JCI കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ, അധ്യാപിക KT ജലജ, NP ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന മണ്ണൂർ AUP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ആദരം. കുട്ടികൾ ലഹരിക്കെതിരെ നടത്തിയ മാരത്തണും ഫ്ലാഷ് മോബുമെല്ലാം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. മാസങ്ങളോളമായി ലഹരി എന്ന വിപത്തിനെതിരെ വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് മണ്ണൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ. പല പ്രവർത്തനങ്ങളും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. ഇതേ തുടർന്നാണ് വാർഡംഗം VM അൻവർ സാദിഖ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ ഈ വിദ്യാർത്ഥികൾ ഏറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്ന് VM അൻവർ സാദിഖ് പറഞ്ഞു. വിദ്യാർത്ഥി സമൂഹം, ആ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആദ്യത്തെ ശബ്ദമായി മണ്ണൂർ പഞ്ചായത്തിൽ നിന്ന് മണ്ണൂർ AUP സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികൾ, ആ കുട്ടികൾ ഒരു ഫ്ലാഷ് മോബ് പത്തിരിപ്പാല ജംഗ്ഷനിൽ വെച്ച് അവതരിപ്പിച്ചപ്പോൾ അവിടെയുള്ള ഓട്ടോ തൊഴിലാളികൾ മുതൽ പരിസരത്തുള്ള ആളുകൾ വരെ എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കപ്പെടുകയും അത് ചർച്ചാ വിഷയമാവുകയും ചെയ്തു. പ്രധാനാധ്യാപിക TA ഷെരീഫ അധ്യക്ഷത വഹിച്ചു. KN അമൽ ശങ്കർ, MT ഷിഹാബുദ്ദീൻ, PS വിനീത്, ഉമാദേവി എന്നിവർ സംസാരിച്ചു. S അജിത് കുമാർ സ്വാഗതവും KM അബ്ദുൽ ഹക്കീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ SC ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് SC വിഭാഗത്തിൽപ്പെട്ട വൃദ്ധർക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത്. അപേക്ഷിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും കട്ടിൽ നൽകി. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗുണഭോക്താക്കൾ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ SC വിഭാഗത്തിൽപ്പെട്ട വൃദ്ധർക്കുള്ള കട്ടിലാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. 5 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. അപേക്ഷ എല്ലാ നമ്മുടെ ഗുണഭോക്താക്കൾക്കും കട്ടിൽ കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഈ കട്ടിലിൻ്റെ ഉദ്ഘാടന പരിപാടി വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, പുഷ്പലത, K അശോകൻ, KB രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം നടത്തി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ ചികിത്സയും പരിചരണവും ആവശ്യമായ കടുത്ത രോഗാവസ്ഥയിലുള്ള ആളുകൾക്കാണ് പാലിയേറ്റീവ് പരിചരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള രോഗികൾ അവരുടെ ജീവിതാവസ്ഥയും മാനസികാവസ്ഥയും മറ്റിതര മനുഷ്യരെ അപേക്ഷിച്ച് വല്ലാത്ത രൂപത്തിലുള്ള ഒരു ഏകാന്തത. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു.
പാലിയേറ്റീവ് നഴ്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കുഞ്ഞലക്ഷ്മി, കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ വി വിനീത, ക്ഷേമകാര്യ ചെയർമാൻ രാധാമോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഗീത, രജിത, മിനി, അനിത എന്നിവർ സംസാരിച്ചു. കോട്ടായി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതിഥി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സജു നന്ദിയും പറഞ്ഞു. മിനിമോളുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. തുടർന്ന് പാലിയേറ്റീവ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KSKTU ഷൊർണൂർ വില്ലേജ് വനിതാ കൺവെൻഷൻ മുണ്ടായിൽ നടന്നു. യൂണിയൻ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മുണ്ടായ ആന്തൂർകുന്ന് സാംസ്കാരിക നിലയത്തിലായിരുന്നു കൺവെൻഷൻ. KSKTU ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുരുഷനെ മീശ വെച്ച് നടക്കാനുള്ള അധികാരം കിട്ടിയത് അധികകാലമൊന്നായിട്ടില്ല, കുറച്ചു കാലമായിട്ടുള്ളൂ. മുട്ടിന് താഴെ മുണ്ടെടുക്കാനുള്ള അധികാരം കിട്ടിയത് കുറച്ചു കാലമായിട്ടുള്ളൂ മാറിയിട്ട്. അത് നമ്മൾ മറക്കരുത്. നമ്മുടെ ഇഷ്ടപ്പെട്ട കുട്ടികളുടെ പേര് വിളിക്കാനും അത് ഇഷ്ടപ്പെട്ട അമ്പലത്തിൽ പോയിട്ട് പേര് ചൊല്ലി ചോറ് കൊടുക്കാനും ഉള്ള അധികാരം കിട്ടിയത് അധിക കാലങ്ങളൊന്നായിട്ടില്ല, കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളേതാ? പറക്കുട്ടിയും കരിമുട്ടി ഏതെങ്കിലും കരളുടെയും അല്ലെങ്കിൽ അരളുടെയും ഇതിൻ്റെയൊക്കെ ചോട്ടിലിരിക്കുന്ന കരിമുട്ടിയാണ് അല്ലേ? അവിടെ ദൈവത്തിന് കൊടുക്കുന്നത് എന്താ? കള്ളും അതുപോലെ തന്നെ കോഴിയുമാണ്. വലിയ ദൈവങ്ങൾ അപ്പുറത്തുണ്ട്. അവിടെ പാൽപ്പായസാണ്. അന്നും ജാതി വിവേചനം സമൂഹത്തിലുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ നമുക്ക് പോയി തൊഴുകാനുള്ള അധികാരം നമുക്കുണ്ടായിരുന്നില്ല. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K. ഉണ്ണിനന്ദനൻ, M. K. രാമചന്ദ്രൻ, വില്ലേജ് വൈസ് പ്രസിഡന്റ് K. മുരളി എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ വനിതാ സബ് കമ്മിറ്റി കൺവീനറായി T. ലത, ജോയിന്റ് കൺവീനറായി CP അനിത എന്നിവരുൾപ്പെടെ 11 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. V. സുനിത നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കായ്മകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തുതാലപ്പലി ആഘോഷങ്ങളുടെ ഭാഗമായി പറയെടുപ്പ് തുടങ്ങി. ശ്രീമൂലസ്ഥാനം മണ്ണൂർ സ്വരൂപത്തിൽ നിന്നും തുടർന്ന് കൊറ്റിക്കുളങ്ങര മച്ചിൽ നിന്നുമാണ് ആദ്യ പറയെടുപ്പ്. മാർച്ച് 25 ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിലെ കൂത്തുതാലപ്പലി മഹോത്സവം. വെളിച്ചപ്പാടിന്റെ അകമ്പടിയോടെയായിരുന്നു പറയെടുപ്പ്. തുടർന്ന് വേലാഘോഷത്തിന്റെ വിളംബരവുമായി പൂതൻതിറയും ശങ്കരനായാടിയും വീടുകൾ തോറും കയറിയിറങ്ങുന്നുണ്ട്. കാവുന്ന് പറയെടുക്കാൻ കൊച്ചുകുളങ്ങരയിൽ പോയി. കൊച്ചുകുളങ്ങരയിൽ നിന്ന് ആയിരം വീട്ടിൽ പോയി. ആയിരം വീട്ടിൽ നിന്ന് പിന്നെ ആവശ്യപ്പെട്ട വീട്ടുകളിൽ പറയെടുപ്പിനടുത്ത് പോയി പറയെടുക്കും പോയി. വീടുകളിൽ നിന്നും ദക്ഷിണയും സ്വീകരിച്ച് പൂതൻതിറ കളിച്ചുമാണ് മടങ്ങുക. ചൊവ്വാഴ്ച വരെ വിളംബര അറിയിപ്പുണ്ടാകും. മാർച്ച് 25 ചൊവ്വാഴ്ചയാണ് വേലാഘോഷം. വേലാഘോഷം ഭംഗിയാക്കാൻ ട്രസ്റ്റി ബോർഡും ഉത്സവ കമ്മിറ്റിയും സജീവമായി രംഗത്തുണ്ട്. പറഞ്ഞോളൂ. ഈ വർഷത്തെ കൂത്തുതാലപ്പൊലി 25/3/25 ചൊവ്വാഴ്ച സമുചിതമായി ആഘോഷിക്കുന്നു. അതിന്റെ ഭാഗമായി അതിനോടനുബന്ധിച്ച് പറയെടുപ്പ് ശ്രീമൂലസ്ഥാനത്ത് തുടങ്ങി ദേശങ്ങളിൽ മുഴുവൻ പറയെടുപ്പ് നടത്തുന്നത്. വെളിച്ചപ്പാടിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇത് നടത്തുന്നത്. ഇതിനോടനുബന്ധിച്ച് പൂതൻതറ പാരമ്പര്യ കലകൾ നടത്താറുണ്ട്. 100ഓളം പറകൾ എല്ലാ വർഷവും ഭഗവതിക്ക് അർപ്പിക്കാൻ വീടുകളിൽ പോയിട്ടാണ് ഇതെല്ലാം പറയെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തെക്കടി പുത്തൂർ തെക്കിനിയമ്മക്കാവ് ആറാട്ടോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ഈടുവെടിയോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. ഗണപതി ഹോമവും ഇരട്ടത്തായമ്പകയും ആറാട്ടു സദ്യയും തുടർന്ന് നടന്നു. ഗജവീരന്മാരുടെ അകമ്പടിയോടെ വിവിധ വേലകൾ ക്ഷേത്രത്തിൽ അണിനിരന്നു. പാണ്ടിമേളവും തായമ്പകയും കളമ്പാട്ടും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു.
ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന കലാമണ്ഡലം അച്യുതാനന്ദനെ മിഴാവ് ലോകത്തിന്റെ നേതൃത്വത്തിൽ ആദരിക്കും. നാദാനന്ദം 2025 എന്ന പേരിൽ മാർച്ച് 20 കലാമണ്ഡലം കൂത്തമ്പലത്തിലാണ് ആദര സമ്മേളനമെന്ന് സംഘാടകർ ചെറുതുരുത്തിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലാമണ്ഡലം മിഴാവ് വിഭാഗം അധ്യക്ഷനും അക്കാഡമിക് കോർഡിനേറ്ററുമായ കലാമണ്ഡലം അച്യുതാനന്ദൻ 28 വർഷത്തെ സേവനത്തിന് ശേഷം മാർച്ച് 31 വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് സമുചിതമായ യാത്രയയപ്പ് നൽകുമെന്നും ആദരമൊരുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 20 രാവിലെ 9 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിലാണ് ആദര സമ്മേളനം. ശിഷ്യരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പങ്കെടുക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യും. വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രൊഫസർ കലാമണ്ഡലം ഈശ്വരനുണ്ണി ഉപഹാര സമർപ്പണം നിർവഹിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മിഴാവിൽ മേളവും തുടർന്ന് ചാക്യാർകൂത്തും വൈകിട്ട് 4:30 നങ്ങ്യാർകൂത്തും 50-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മിഴാവിൽ പഞ്ചാരിമേളവും അരങ്ങേറും. കേരള കലാമണ്ഡലത്തിൽ നിന്ന് മിഴാവ് വിഭാഗം അധ്യക്ഷനും കലാമണ്ഡലത്തിൻ്റെ അക്കാദമിക് കോർഡിനേറ്ററുമായിരിക്കുന്ന കലാമണ്ഡലം അച്യുതാനന്ദൻ അവർകൾ അദ്ദേഹത്തിൻ്റെ 28 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം വിരമിക്കുകയാണ്. അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും സഹൃദയരും ചേർന്ന് അതിവിപുലമായിരിക്കുന്ന ഒരു അനുമോദന ദിനം ആചരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ആദരസൂചകമായി അദ്ദേഹത്തെ ഈ മിഴാവ് കലാലോകം തന്നെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന് നാദാനന്ദം എന്ന പേരോട് കൂടിയിട്ടാണ് ഇത് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ആദ്യം മാർച്ച് 20 ഇതിൻ്റെ പരിപാടി ആരംഭിക്കുന്നത്. മാർച്ച് 20 രാവിലെ 9 മണിക്ക് കലാമണ്ഡലത്തിലെ ആദ്യത്തെ മിഴാവ് വിദ്യാർത്ഥിയായിരുന്ന കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ, അതുപോലെ കലാമണ്ഡലം ഈശ്വരുണ്ണി ആശാൻ 2 അധ്യാപകർ ചേർന്നിട്ടാണ് ഇത് ഭദ്രദീപം കൊളുത്തി ആദ്യമായി ഇത് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം കലാമണ്ഡലം ബിലഹരി എസ് മാരാർ അവതരിപ്പിക്കുന്ന അഷ്ടപതി. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ കലാമണ്ഡലം ധനരാജൻ, ട്രഷറർ വിനീഷ്, ജോയിന്റ് കൺവീനർ രവികുമാർ, രതീഷ് ദാസ്, ജയരാജ്, സജിത് വിജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റുലി. പോലീസ് ക്രിമിനൽ ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും പരാതികൾ ഉയരാറുണ്ട്. ഒരു കാരണവശാലും ക്രിമിനൽ സ്വഭാവമുള്ളവരുമായി കൂട്ടുകൂടരുതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പോലീസിന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. പോലീസ് സേനയിൽ പലർക്കും ക്രിമിനൽ ബന്ധമുണ്ടെന്ന ആരോപണത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റുലിയിലേക്ക്. അങ്ങനൊരു അഭിപ്രായം എനിക്കില്ല. പോലീസുകാർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത് ക്രിമിനലുകളായിട്ടായിരിക്കും. പിന്നെ അവർക്ക് ജോലി സുഗമമാക്കുന്നതിന് ക്രിമിനലുകളുടെ സഹായം അവർ തേടുന്നുണ്ടായിരിക്കാം. അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ്. അതിനുവേണ്ടി മുഴുവൻ പോലീസുകാരും ക്രിമിനലുകളുമായിട്ട് ബന്ധമുള്ളവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാലും എല്ലായിടത്തെയും പോലെ ചുരുക്കം ചില പോലീസുകാർക്ക് അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ അത് ശ്രദ്ധിക്കണം. സമൂഹത്തിന് വേണ്ടിയിട്ട് അവർ അങ്ങനെയുള്ള ബന്ധങ്ങൾ ചെന്നപ്പെടാതെ നോക്കണം. മാറ്റുലി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ് നടന്നതായി പരാതി. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്നത് 500 കോടിയുടെ തട്ടിപ്പെന്ന് പണം നഷ്ടപ്പെട്ടവർ. പണം തട്ടിയത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരു പറഞ്ഞു പറ്റിച്ച്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ചിറ്റൂരിൽ രാസപദാർത്ഥമായ ബനാട്രിൽ കലർത്തിയ കള്ള് വിൽപ്പന നടത്തിയ ഷാപ്പുകൾ അടച്ചുപൂട്ടുമെന്നും നടത്തിപ്പുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും എക്സൈസ്. വ്യാജ കള്ള് വിറ്റ മീനാക്ഷിപുരത്തെ ഷാപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഷാപ്പിലെ കള്ള് ഒഴുക്കിക്കളഞ്ഞു. CPM എക്സൈസ് മദ്യമാഫിയ കൂട്ടുകെട്ടാണ് വ്യാജ കള്ള് വിൽപ്പനയ്ക്ക് പിന്നിലെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം വാഹനാപകടത്തിൽ കോളേജ് അധ്യാപകന് ദാരുണാന്ത്യം. മരിച്ചത് ലക്കിടി നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ പാലക്കാട് സ്വദേശി 27 വയസ്സുള്ള അക്ഷയ് R മേനോൻ. മരണകാരണം തലയ്ക്കേറ്റ ഗുരുതര പരിക്ക്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മധ്യവയസ്കനെ ബസ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലത്ത് ശിവസേന ജില്ലാ സെക്രട്ടറിക്ക് കുത്തേറ്റ കേസിൽ യുവാവ് അറസ്റ്റിൽ. വധശ്രമക്കേസിൽ പിടിയിലായത് കയറമ്പാറ കാനിക്കപ്പടി മുഹമ്മദ് ഫൈസൽ. മുതുകിലും വാരിയലിനും കുത്തേറ്റ മീറ്റ്ന താഴത്തേതിൽ വിവേക് അപകടനില തരണം ചെയ്തു.
മഹത്തായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. തകർക്കപ്പെടുന്ന ഇന്ത്യൻ ഫെഡറൽ തത്വങ്ങൾ എന്ന വിഷയത്തിൽ പാലക്കാട്ട് KSSPU സെമിനാർ സംഘടിപ്പിച്ചത് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച്. ലഹരിക്കെതിരെ ജാഗ്രതയോടെ പോലീസും എക്സൈസും. പുലിക്കല്ലൂരിൽ കഞ്ചാവ് ചെടി നട്ടുപരിപാലിച്ച യുവാവ് അറസ്റ്റ്. ഉണക്ക കഞ്ചാവ് കൈവശം വെച്ച മറ്റ് 3 പേരും പട്ടാമ്പി എക്സൈസിന്റെ പിടിയിൽ. കോട്ടപ്പാടത്തും തിരുവാഴിയോടും വാഹന പരിശോധനയ്ക്കിടെ പോലീസിന്റെ MDMA വേട്ട. മണ്ണാർക്കാട് വീട്ടിൽ സൂക്ഷിച്ച 5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കൊപ്പത്ത് ലഹരിക്കെതിരെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഫ്ലാഷ് മോബ്. പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ വകുപ്പ്. 2 ആഴ്ചക്കിടെ പിടികൂടിയത് പ്രകൃതി ചൂഷണത്തിന് ഉപയോഗിച്ച 17 വാഹനങ്ങൾ. താലൂക്കിന്റെ പല ഭാഗത്തു നിന്നും നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും വയൽ നികത്തലിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും തഹസിൽദാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.